ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ടേഷൻ മോഡലിന്റെ 3 മെത്തേഡ്സിലും പ്രോബ്ലം ചെയ്തു അല്ലെ. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. മനസ്സിലാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ചോദിക്കുക. കൂടുതൽ പ്രോബ്ലം ആവശ്യമുള്ളവർ ഡയറക്റ്റ് ചോദിക്കുക. നിങ്ങൾക്കൊരു ഹോംവർക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അത് എത്രയും പെട്ടെന്ന് ചെയ്ത് അയക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് എക്സാമിന് കൂടുതൽ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോംവർക്ക് ഒക്കെ തരുന്നത്. നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും, എക്സാമിന് പ്രയോജനപ്പെടും. അപ്പം മടിക്കാതെ ഹോംവർക്കുകൾ ചെയ്ത് അയക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രൊഡക്ഷൻ പ്ലാനിംഗ് ആൻഡ് കൺട്രോൾ എന്ന് പറയുന്ന സ്റ്റഡി നോട്ട് 4-ലെ സിമുലേഷൻ എന്ന് പറയുന്ന ഏരിയയാണ്. സിമുലേഷൻ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ അസൈൻമെന്റ് മോഡൽ പോലെ തന്നെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സിമുലേഷൻ. പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും, തെറ്റിക്കാതിരുന്നാൽ മതി, വലിയ പാടൊന്നും ഇല്ല. സിമുലേഷന്റെ ആദ്യത്തെ പ്രോബ്ലം ഞാൻ ചെയ്തിട്ട് നമ്മുടെ സാഗറിന്റെ ചാനലിൽ, നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. നമ്മൾ ഇന്ന് അതൊഴികെ ബാക്കി ചില പ്രോബ്ലംസ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ചെയ്യാനായിട്ട്. അതൊഴികെ ഫസ്റ്റ് പ്രോബ്ലം ഒഴികെ ബാക്കി എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്യും. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ സിമുലേഷൻ എന്താണെന്ന് അറിയാം. എന്താണ് സിമുലേഷൻ? ട്രാൻസ്പോർട്ടേഷൻ മോഡല്, അസൈൻമെന്റ് മോഡല്, ഇത്തരത്തിലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച്, ഇത്തരത്തിലുള്ള മോഡലൊക്കെ ഉപയോഗിച്ച് നമ്മൾ കുറെ അധികം ബിസിനസ് സിറ്റുവേഷൻസിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്തു. എന്നാൽ ഈ രണ്ട് മെത്തേഡ്സും, അതായത് അസൈൻമെന്റും ട്രാൻസ്പോർട്ടും ഉപയോഗിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ബിസിനസ് സിറ്റുവേഷൻസ് റിയൽ ലൈഫിലുണ്ട്. ഓക്കെ, സോ അത്തരം സാഹചര്യങ്ങളിൽ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് നമ്മൾ സിമുലേഷൻ എന്ന് പറയുന്ന ആ ഒരു പുതിയ മോഡലിനെ എന്ത് ചെയ്യേണ്ടി വരിക, ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക. വളരെ സിമ്പിൾ ആണ്. എന്താണ് സിമുലേഷന്റെ മീനിങ്? ഇമിറ്റേറ്റ് ചെയ്യാന്നാണ്. ഇമിറ്റേറ്റ് ചെയ്യുക. ഒരു മോഡൽ നമ്മൾ, ഒരു പർട്ടിക്കുലർ റിയൽ ഫിനോമിനന്റെ ഒരു റിയൽ മോഡൽ നമ്മൾ എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും, സിമുലേറ്റ് ചെയ്യും. മനസ്സിലായി? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു എയറോപ്ലെയിൻ, അത് പ്രോസസ്സിംഗ് കാര്യങ്ങളെല്ലാം, ഓപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞ് അത് വർക്കിംഗ് കണ്ടീഷനിലായി. ടെസ്റ്റ് ചെയ്യണം. ആകാശത്തിട്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുമോ? പറ്റത്തില്ല അല്ലെ. പറ്റുമോ? പിന്നെ നമുക്കൊന്നും ഇറങ്ങി നടക്കാനേ പറ്റില്ല. മൊത്തം തകർച്ചകളൊക്കെ ആയിരിക്കും അല്ലെ. ആകാശത്ത് മൊത്തം തകർച്ചകൾ, അതെല്ലാം കൂടെ പൊഴിഞ്ഞ് നമ്മുടെ മുകളിലോട്ടും വീഴും അല്ലെ, ഭൂമിയിലേക്ക് പതിക്കും. സോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു എയറോപ്ലെയിന്റെ ഒരു മോഡൽ, റിയൽ ഫിനോമിനന്റെ ഒരു എക്സാക്ട് മോഡൽ അവർ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് ആകാശത്ത് എങ്ങനെയാണോ ആ ഒരു അറ്റ്മോസ്ഫിയർ താഴെ ഭൂമിയിൽ ഒരു വർക്ക് ടണൽ എന്ന പേരിൽ അവർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്യും? ഈ ഒരു മോഡലിനെ, എയറോപ്ലെയിന്റെ മോഡലിനെ കടത്തിവിടും. എന്നിട്ടാണ് ടെസ്റ്റ് ചെയ്യുന്നത്, എന്നിട്ടാണ് എക്സ്പെരിമെന്റ് നടത്തുന്നത്. മനസ്സിലായോ? എന്നിട്ടാണ് അതിന്റെ വരും വരായികളൊക്കെ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും മാറ്റണമെന്നുണ്ടെങ്കിൽ ആ ഒരു സിമുലേഷന്റെ റിസൾട്ട് അറിഞ്ഞുകൊണ്ട് മാറ്റാനായിട്ട് സാധിക്കും. സോ അതാണ് സിമുലേഷൻ. മനസ്സിലായല്ലോ? നോക്കി, 4 ഫേസസ് ഏതൊക്കെയാണെന്ന് നോക്കി. സിമുലേഷന്റെ 4 ഫേസസ്. ഫസ്റ്റ് വൺ, ഡെഫിനിഷൻ ഓഫ് ദി പ്രോബ്ലം ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഒബ്ജക്റ്റീവ്സ്. നിലവിലുള്ള ആ ഒരു പ്രോബ്ലം എന്താണ് അത് ഡിഫൈൻ ചെയ്യുക, അതിന് ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കുക. ഒരു പ്രോബ്ലം, പർട്ടിക്കുലർ സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കുമല്ലോ ഇത്തരത്തിലുള്ള മെത്തേഡുകളൊക്കെ യൂസ് ചെയ്യേണ്ടി വരിക. സോ ആ ഒരു പ്രോബ്ലം എന്താണ് അത് ഐഡന്റിഫൈ ചെയ്യുക, അതിനുള്ള ഒബ്ജക്റ്റീവ്സ് തയ്യാറാക്കുക. പിന്നെ ഒരു അപ്രോപ്രിയേറ്റ് മോഡൽ കൺസ്ട്രക്ട് ചെയ്യുക, റിയൽ ഫിനോമിനുമായിട്ട് സാമ്യമുള്ള ഒരു മോഡൽ കൺസ്ട്രക്ട് ചെയ്യുക. ആ ഒരു മോഡൽ വെച്ച് എക്സ്പെരിമെന്റ് ചെയ്യുക. അപ്രോപ്രിയേറ്റ് മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അതും ക്രിയേറ്റ് ചെയ്ത് ഉമ്മ വെച്ചാൽ മതിയോ? അത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെരിമെന്റ് നടത്തണം, എക്സ്പെരിമെന്റ് ചെയ്യണം, പരീക്ഷണങ്ങൾ നടത്തണം. സോ അത് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ? ആ ഒരു റിസൾട്ട്, ആ ഒരു സിമുലേഷന്റെ റിസൾട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് 4 ഫേസസ്. മനസ്സിലായോ നിങ്ങൾക്ക്? സിമുലേഷൻ എന്താണെന്ന് മൊത്തത്തിൽ ഒരു ഐഡിയ വന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമുക്കിവിടെ പ്രധാനമായിട്ടും പ്രോബ്ലങ്ങളാണ് പഠിക്കാനുള്ളത്. സിമുലേഷന്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും പ്രോബ്ലങ്ങളാണ് കൂടുതൽ. പ്രോബ്ലങ്ങൾ എല്ലാ രീതിയിലും, എല്ലാ മോഡലിലുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യും, വർക്ക്ഔട്ട് ചെയ്യും. ഇന്നും നാളെയുമായിട്ട് വർക്ക്ഔട്ട് ചെയ്യും. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നാൽ മതി. മോണ്ടി കാർലോ സിമുലേഷൻ എന്ന് പറയുന്ന ആ ഒരു
മെത്തേഡാണ് നമ്മൾ എല്ലാ പ്രോബ്ലത്തിലും യൂസ് ചെയ്യുന്നത്. മോണ്ടി കാർലോ സിമുലേഷൻ കേട്ടോ, മോണ്ടി കാർലോ സിമുലേഷൻ. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ഓൾറെഡി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ നിങ്ങളോട്, സാഗറിന്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. ഇതിൽ ഈ ഒരു പ്രോബ്ലത്തിൽ സംശയമുള്ളവർക്ക് അതിൽ കയറി നോക്കാം, മനസ്സിലാക്കാം. വീണ്ടും സംശയം നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൽ നിന്നും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഏരിയ എന്ന് പറഞ്ഞാൽ സിമുലേഷന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. ഇലിസ്ട്രേഷൻ 17 ആണോ? അല്ല, ഇലിസ്ട്രേഷൻ 17 അല്ല, ഇലിസ്ട്രേഷൻ 18. അടിപൊളിയാണ്, ഇലിസ്ട്രേഷൻ 18. ഓക്കെ, 17 നമ്മൾ ചെയ്യും കേട്ടോ. അത് നമുക്ക് ഇലിസ്ട്രേഷൻ 18 പിടിക്കാം. വരുന്നു. നോക്കി, ഇലിസ്ട്രേഷൻ 18. ഇവിടെ ഒരു പെട്രോൾ സ്റ്റേഷന്റെ കാര്യമാണ് പറയുന്നത്. പെട്രോൾ പമ്പിന്റെ കാര്യമാണ് പറയുന്നത്. അവിടേക്ക് വണ്ടി വരുന്നതും സർവീസ് ആ വണ്ടിക്ക് കിട്ടുന്നതും അത് തിരിച്ചിറങ്ങി പോകുന്ന കാര്യങ്ങളും, എത്ര നേരം വെയിറ്റ് ചെയ്യണം, എത്ര നേരം വെയിറ്റ് ചെയ്യാണ്ട, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പെറുക്കി എടുക്കുക. എന്താ പറഞ്ഞ, ഒരു പെട്രോൾ പമ്പില് വണ്ടി വരുന്നു, അത് വെയിറ്റ് ചെയ്യുന്നു. ചില വരുന്ന ഉടനെ തന്നെ സർവീസ് നടന്നേക്കാം, അല്ലെ, വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല. സോ അത്തരത്തിലുള്ള ടൈമുകൾ, സർവീസിന്റെ ടൈം, സർവീസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ടൈം, ഇതൊക്കെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മളിങ്ങനെ പെറുക്കിയെടുക്കാം. റെഡിയാണ്? ഓക്കെ, അപ്പൊ നിങ്ങൾ അതിനാദ്യം അറൈവൽ ടൈമും അതിന്റെ പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്, അല്ലെ? അറൈവൽ ടൈമും അതിന്റെ പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. സോ നിങ്ങൾ അതിന്റെ റേഞ്ച് കണ്ടുപിടിക്കണം. നമുക്ക് കുറച്ച് റാൻഡം നമ്പേഴ്സ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. ആ റാൻഡം നമ്പേഴ്സ് ഉപയോഗിച്ച് റേഞ്ച് കണ്ടുപിടിക്കും. മനസ്സിലായോ പറഞ്ഞേ? അതുപോലെ സർവീസ് ടൈം തന്നിട്ടുണ്ട്, അതിന്റെ പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. ഉപയോഗിച്ച് എന്ത് കണ്ടുപിടിക്കണം? റേഞ്ച് കണ്ടുപിടിക്കണം. ഒരു പ്രശ്നമില്ല, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആദ്യം വായിക്കുക, ക്വസ്റ്റ്യൻ മൊത്തം ഒന്ന് വായിക്കുക. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് റേഞ്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാമേ. എങ്ങനെയാണ് റേഞ്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഏതിന്റെ റേഞ്ച് കണ്ടുപിടിക്കുക? ഇന്റർ അറൈവൽ ടൈമിന്റെ റേഞ്ച് കണ്ടുപിടിക്കാൻ പോവാം. ഓക്കെ, ഒരു 4 കോളം, അതായത് മിനിറ്റ്സ്. ഫസ്റ്റ് കോളം മിനിറ്റ്സ്, സെക്കൻഡ് കോളം പ്രോബബിലിറ്റി, തേർഡ് കോളം ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി, ലാസ്റ്റ് കോളം റേഞ്ച് ഓഫ് റാൻഡം നമ്പേഴ്സ്. ഓക്കെ, ഇന്റർ അറൈവൽ ടൈമിന്റെ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന റേഞ്ച് കേട്ടോ, റാൻഡം നമ്പർ ഉപയോഗിച്ച്. ഓക്കെ, മിനിറ്റ്സ് നിങ്ങളുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന അതേപടി കോപ്പി ചെയ്യുക. 2, 4, 6, 8, 10. പ്രോബബിലിറ്റിയും അതേപടി കോപ്പി ചെയ്യുക. 0.22, 0.30, 0.24, 0.14, 0.10. ഇതൊന്ന് ക്യുമുലേറ്റ് ചെയ്ത് എഴുതണം. അടുത്ത സ്റ്റെപ്പ് അതാണ്. ക്യുമുലേറ്റ് ചെയ്ത് എഴുതുന്നത് എങ്ങനെ? ഫസ്റ്റ് കോളത്തില് 0.22 തന്നെ ആയിരിക്കും,
ദെൻ ഇതാ ഇങ്ങനെ വരണം. 0.22 പ്ലസ് 0.30 എത്ര വരും? 0.52 അല്ലെ? 0.52 പ്ലസ് 0.24 എത്ര വരും? 0.76. 0.76 പ്ലസ് 0.14 എത്ര വരും? 0.90. 0.90 പ്ലസ് 0.10 1 വരും. ഇങ്ങനെ 1 വരണം കേട്ടോ. ലാസ്റ്റിൽ 1 വരണം, അതാണ് ശരി കേട്ടോ. സീനുണ്ടോ? ഇല്ലല്ലോ. ഇനി നമുക്ക് റേഞ്ച് നോക്കാം. റേഞ്ച് സ്റ്റാർട്ടിങ് 0 ആയിരിക്കും എപ്പോഴും. ഇവിടത്തെയാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കും? ഒരു ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാം. ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ഇൻറ്റു 100 മൈനസ് 1 ചെയ്താൽ മതി. 0.22 ഇൻറ്റു 100 ചെയ്തേ എത്ര വരും? 0.22 ഇൻറ്റു 100 പോരട്ടെ. 0.22 ഇൻറ്റു 100 0.22 ഇൻറ്റു 100 മൈനസ് 1 21 വരും അല്ലെ? 21 അല്ലേ വരുന്നത്? ഈ 21 കഴിഞ്ഞ് വരുന്ന അടുത്ത നമ്പർ ആയിരിക്കും ദാ ഇവിടെ വരിക, 22. ഇവിടുത്തെ എങ്ങനെ കണ്ടുപിടിക്കാം? ഓൾറെഡി ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. ഇതാണ്ട് 0.52 ഇൻറ്റു 100 മൈനസ് 1 എത്ര വരും? 51 ആണോ? അതെ. 51 കഴിഞ്ഞ് തൊട്ടടുത്ത നമ്പർ ആയിരിക്കും ദാ ഇവിടെ വരിക, 52. ഇവിടുത്തെ എങ്ങനെ കണ്ടുപിടിക്കും? 0.76 ഇൻറ്റു 100 മൈനസ് 1 എത്ര വരും? 75. 75 കഴിഞ്ഞ അടുത്ത നമ്പർ 76. ഇവിടെ എത്ര വരും? പോരട്ടെ 89. then 90. ഇവിടെ എത്ര വരും? 1 ഇൻറ്റു 100 മൈനസ് 1 99 വരണം. ഇങ്ങനെ നിൽക്കും. ഇങ്ങനെയാണ് സംഭവം. ഇങ്ങനെയാണ് ഇന്റർ അറൈവൽ ടൈമിന്റെ റേഞ്ച് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? എന്നാൽ നമുക്ക് സർവീസിന്റെ കൂടെ കണ്ടുപിടിച്ചാലോ? സർവീസിന്റെ ടൈമും പ്രോബബിലിറ്റി തന്നിട്ടില്ലേ? നമുക്ക് അതുകൂടെ കണ്ടുപിടിക്കാം. എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് ഒരു കോപ്പി ആട്ടെ ഞാൻ. കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, ഒന്ന് മായ്ച്ചോട്ടെ. നമ്മുടെ ഇത്തരത്തിലുള്ള പ്രോബ്ലം വരുമ്പോ ഈ ഒരു റേഞ്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ആദ്യത്തെ ദൗത്യം. ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പകുതി വരെ എത്തി എന്നാണ്. മാർഗം വരും. ഓക്കെ, സർവീസ് ടൈം കണ്ടുപിടിക്കാം. സർവീസ് ടൈം ക്വസ്റ്റിന് തന്നിരിക്കുന്ന അങ്ങോട്ട് പകർത്തിക്കോ. മിനിറ്റ്സ് എത്രയാണ്? 4, 6, 8, 10. 4, 6, 8, 10. പ്രോബബിലിറ്റി പറഞ്ഞേ. 0.28, 0.40, 0.22, 0.10 അല്ലെ? ക്യുമുലേറ്റ് ചെയ്ത് എഴുതുമ്പോ എങ്ങനെ വരും? 0.28 പ്ലസ് 0.40 എത്ര വരും? 0.68 അല്ലെ? 0.68 പ്ലസ് 0.22 0.90 1 അല്ലേ? കണ്ടോ? കറക്റ്റ് ആണ്. ഇനി നമുക്ക് റേഞ്ച് നോക്കാം. സ്റ്റാർട്ടിങ് 0-ലാണ്. റേഞ്ച് കണ്ടുപിടിച്ച് എങ്ങനെ വരും? 0.28 ഇൻറ്റു 100 മൈനസ് 1 എത്ര വരും? 27 ആണോ? 27. ഇത് കഴിഞ്ഞുള്ള നെക്സ്റ്റ് നമ്പർ ആയിരിക്കും ഇവിടെ. 27 കഴിഞ്ഞുള്ള നെക്സ്റ്റ് നമ്പർ ആയിരിക്കും താഴെ 28. ഇവിടെ എത്ര വരും?
67 ആണോ? 67 ആണോ? നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒന്നും ഇക്വേഷൻ ഒന്നും എഴുതി നോക്കേണ്ടി വരില്ല. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ അത് നടക്കുള്ളൂ. ഉള്ള കാര്യം ഞാൻ പറയാം. 68, 89 അല്ലേ? ശരിയല്ലേ? 90, 99 സിമ്പിൾ. റേഞ്ച് കണ്ടുപിടിച്ചു. രണ്ടിന്റെ റേഞ്ച് കണ്ടുപിടിച്ചു. ഒരു പ്രശ്നമില്ല. ഇത്രയും ചെയ്തോ നിങ്ങൾക്ക് പകുതി മാർക്ക് ഓക്കെ. ബാക്കി ചെയ്യാം. അതിന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ചിലപ്പോൾ കിട്ടിയാലോ. ഇനിയാണ് നമ്മുടെ മെയിൻ കാര്യത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. മെയിൻ കാര്യത്തിലേക്ക്. ആ ഒരു പമ്പ് ഐഡിയൽ ടൈം ആയിട്ടിരിക്കുന്നത് എത്ര മിനിറ്റ് ആണ്. അതുപോലെ വെയിറ്റിംഗ്, അതായത് കസ്റ്റമർ വെയിറ്റ് ചെയ്യേണ്ട സമയം എത്ര മിനിറ്റ് ആണ്. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഏതൊക്കെയാ കണ്ടുപിടിക്കേണ്ടത്? വെയിറ്റിംഗ് ടൈം ഓഫ് കസ്റ്റമർ, അതുപോലെ ഐഡിയൽ ടൈം, അതായത് ആ പമ്പ് ചുമ്മാ ഇരിക്കുന്ന കുറച്ച് ടൈം ഉണ്ട്, അതാണ് ഐഡിയൽ ടൈം. ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. കണ്ടോ? ഇത് രണ്ടുമാണ് നമുക്ക് കണ്ടുപിടിക്കാൻ. സോ ഈ രീതിയിൽ നിങ്ങളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. ഈ രീതിയിൽ നിങ്ങളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുക. വേഗം ക്രിയേറ്റ് ചെയ്തേ. ക്രിയേറ്റ് ചെയ്തിടാൻ നമുക്ക് ഒന്നിച്ച് ചെയ്തു പോകാം. ഒന്നിച്ച് ചെയ്തു പോയാലേ ഇത് നിങ്ങൾക്ക് ശരിയാവുള്ളൂ, മനസ്സിലാവത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഒരു പെട്രോൾ പമ്പിന്റെ കാര്യമാണ്. ഒരു പെട്രോൾ പമ്പിന്റെ കഥയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു ദിവസത്തെ കഥ, അല്ലെങ്കിൽ 1-2 മണിക്കൂറത്തെ കാര്യങ്ങളാണ് ഈ സംസാരിക്കുന്നത്. നമ്മളിവിടെ കാറ് വരുന്നു, ചിലപ്പം വരുമ്പോ തന്നെ സർവീസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ സർവീസ് കഴിഞ്ഞ് എപ്പോ ഇറങ്ങി പോകുന്നു, അല്ലെ? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമ്മളൊന്ന് പെറുക്കി എടുക്കാൻ പോവാം. ഞാൻ ആദ്യമേ പറഞ്ഞില്ല, പെറുക്കി എടുക്കാൻ പോവാം. ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് സീരിയൽ നമ്പർ കൊടുക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. റാൻഡം നമ്പേഴ്സ് എത്രയുണ്ട്? റാൻഡം നമ്പേഴ്സ് എത്രയുണ്ട്? 12 ഉണ്ടല്ലോ, അല്ലെ? 4, 6, 8, 10, 12. ഓക്കെ, റാൻഡം നമ്പേഴ്സ് 12. 12 റാൻഡം നമ്പേഴ്സ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോ തരും 12, 15 ഒക്കെ തരും. പക്ഷെ അവിടെ പ്രത്യേകം മെൻഷൻ ചെയ്യും 10 അല്ലെങ്കിൽ 12 എടുത്താൽ മതി എന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യും കേട്ടോ. ഇവിടെ അങ്ങനെ ഒരു മെൻഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് തന്നിരിക്കുന്ന എത്രയാണോ അത്ര റാൻഡം നമ്പേഴ്സ് എടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ റാൻഡം നമ്പേഴ്സ് എഴുതാം. റാൻഡം നമ്പേഴ്സ് ഏതിന്റെയാ? അറൈവലിന്റെ റാൻഡം നമ്പേഴ്സ് എഴുതിക്കുക. ഇവിടെ എത്രയാണ്? 78, അതുപോലെ 26, 94, 08, 46, 63, 18, 35, 59, 12, 97, 82. ശരിയല്ലേ? നോക്കിയാ ചെക്ക് ചെയ്തേ. 26, 94, 08, 08, 46, 63, 18, 35, 59, 12, 97, 82. Okay. അതുപോലെ ആറാമത്തെ കോളത്തില് 1, 2, 3, 4, 5, 6. ആറാമത്തെ കോളത്തില് സർവീസിന്റെ റാൻഡം നമ്പേഴ്സ് എഴുതിക്കും. സർവീസിന്റെ റാൻഡം നമ്പേഴ്സ് എത്രയാണ്? 44,
21 73 96 63 35 57 31 84 24 05 37. ശരിയല്ലേ? ചെക്ക് ചെയ്യണേ. 44 21 73 96 63 34 96 63 35 57 31 84 24 05 37. ശരിയാ. ഇത്ര എഴുതിയോ? ഇത്ര എഴുതിയോ? ഓക്കെ. ഇനി നമ്മള് ഇന്റർ അറൈവൽ ടൈം എഴുതാൻ പോവാണ്. ഇന്റർ അറൈവൽ ടൈം. ഇന്റർ അറൈവൽ ടൈം എപ്പോഴാണ് ആ ഷോപ്പ് തുറക്കുന്നത്? ആ ഒരു പെട്രോൾ പമ്പ് തുറക്കുന്നത് 8 മണിക്കാണെന്ന് പറയുന്നുണ്ട്. ദ ക്ലോക്ക് സ്റ്റാർട്ട്സ് അറ്റ് 8 hours എന്ന് പറയുന്നുണ്ട്. കണ്ടോ നിങ്ങൾ ക്വസ്റ്റ്യനില്? ദ ക്ലോക്ക് സ്റ്റാർട്ട്സ് ഓഫ് അല്ലെങ്കിൽ അറ്റ് 8 hours. അതായത് 8 മണിക്കാണ് ആ പെട്രോൾ പമ്പ് തുറക്കുന്നത്. 8 മണി തൊട്ട് അവർ ഫംഗ്ഷൻ ചെയ്യാൻ റെഡിയാണ്. സോ 8 മണിയാണ് ഇന്റർ അറൈവൽ ടൈം. പക്ഷേ ആദ്യത്തെ കാറ് വരുന്ന എപ്പോഴാണ്? ആദ്യത്തെ കാറ് വരുന്ന എപ്പോഴാണ്? എപ്പോഴാണ്? ഓക്കെ ഓക്കെ. അതെ, അത് നിങ്ങൾ ഇവിടെ എഴുതണ്ട. ഇവിടെ എഴുതണ്ട, ഞാൻ പറയാം. നിങ്ങൾ ആദ്യം നമുക്ക് റേഞ്ച് എഴുതാം. റേഞ്ച് എഴുതാം. അതിനുശേഷം ഞാൻ അതിലേക്ക് കിടക്കാം. 78 റേഞ്ച് വരുന്ന അറൈവൽ അല്ലെ? 78 റേഞ്ച് വരുന്നത് ഇതിൽ ഏതിലാണ് നോക്കിക്കേ. 78 റേഞ്ച് വരുന്നത് ഏതിലാണ്? ഏതിനകത്താണ്? ദാ ഇവിടെ അല്ലേ 78 വരിക? അതാ ഇതിനകത്തല്ലേ 78 വരിക? സോ അതിന്റെ കറസ്പോണ്ടിങ് മിനിറ്റ്സ് എത്രയാണെന്ന് നോക്കുക. സോ അതിവിടെ എഴുതുക. നെക്സ്റ്റ് 26 അല്ലേ റാൻഡം നമ്പർ? 26 അല്ലേ റാൻഡം നമ്പർ? സോ കറസ്പോണ്ടിങ് ഏത് റേഞ്ചിൽ വരുമെന്ന് നോക്കിയേ. 26 ദാ ഈ റേഞ്ചിലല്ലേ വരിക? ആണോ? സോ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിറ്റ്സ് എത്രയാണ്? 4. അങ്ങനെ അങ്ങോട്ട് താഴോട്ട് എഴുതിക്കും. അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 94 വരുന്ന റേഞ്ച് ഏതാണ്? 94 വരുന്ന റേഞ്ച് ഏതാ? പറഞ്ഞു. ദാ ഇതല്ലേ? സോ അതിന്റെ കറസ്പോണ്ടിങ് മിനിറ്റ്സ് എത്രയാ? 10. 08 വരുന്ന എവിടെ? 08 ഈ റേഞ്ചിനകത്തല്ലേ? സോ അതിന്റെ കറസ്പോണ്ടിങ് 2. അടുത്ത 46 ആണ്. 46 എവിടെ വരുന്നത്? 46 ദാ ഇതിലല്ലേ? ഈ റേഞ്ചിലല്ലേ? സോ 4. അടുത്ത ഏതാ നമ്പർ? റാൻഡം നമ്പർ 63 വരുന്ന ഏത് റേഞ്ചിലാണ് വരുന്നത്? 63 ഈ റേഞ്ചിലല്ലേ? സോ അതിന്റെ കറസ്പോണ്ടിങ് 6 അല്ലേ? ഓക്കെ 6. അങ്ങനെ നിങ്ങൾ താപ്പോട്ട് റാൻഡം നമ്പർ നോക്കി അതിന്റെ കറസ്പോണ്ടിങ് റേഞ്ച് ഏതിലാണെന്ന് നോക്കുക. അതിന്റെ എന്താണ് മിനിറ്റ്സ് എഴുതുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിറ്റ്സ് എഴുതുക. ഒന്ന് എഴുതിക്കേ. താഴേക്ക് വരുമ്പോ അടുത്ത 18 ഏത് റേഞ്ചിലാണ് വരുന്നത്? 0 to 21 എന്ന് പറയുന്ന റേഞ്ചിലാ അല്ലേ? സോ അതിന്റെ മിനിറ്റ്സ് എത്രയാ? 2 അല്ലേ? കൊടുത്തോ, 2 കൊടുത്തോ. അടുത്ത 35 ഏതിൽ റേഞ്ചിലാണ് വരുന്നത്? 35 22 to 51 എന്ന് പറയുന്ന റേഞ്ചിലാണ് 35 വരിക. സോ കറസ്പോണ്ടിങ് മിനിറ്റ്സ് എത്രയാ? 4. 59 പെട്ടെന്ന് ചെയ്തോ. 59 6ലാണ്. 59 6 വരും. 12 2വിനകത്താണ്. 97 ലാസ്റ്റ്. ഓക്കെ 10 ആണ്. 82 വരുന്ന 8ലാണ് അല്ലെ? ഓക്കെ
ഇത്രയും കിട്ടിയോ എല്ലാവർക്കും? ഇങ്ങനെ കിട്ടിയോ? ഒന്നുമില്ല. ഇന്റർ അറൈവൽ ടൈം എഴുതുന്നത് എങ്ങനെയാ? റേഞ്ച് നോക്കണം നമ്മൾ. റാൻഡം നമ്പർ ഉപയോഗിച്ച് റേഞ്ച് നോക്കണം. പക്ഷെ ഇവിടെ 78 എങ്ങനെ കണ്ടുപിടിച്ചു 8 ആണെന്നുള്ളത്? ഇന്റർ അറൈവൽ ടൈം 78 ഏത് റേഞ്ചിൽ വരുന്നതാണെന്ന് നോക്കുക. നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി ദാ ഈ റേഞ്ചിൽ വരുന്നതാണ് 76 മുതൽ 89 അതിനിടയ്ക്കല്ലേ ഈ ഒരു 78 വരിക. സോ അതിന്റെ കറസ്പോണ്ടിങ് അറൈവൽ ടൈം എത്രയാണ്? 8 ആണ്. സോ അത് നമ്മൾ ഇവിടെ എഴുതി. കണ്ട? ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് എൻട്രി ടൈം ആണ്. എൻട്രി ടൈം 8 മണിക്കാണ് ആ ഒരു ഷോപ്പ് ഓപ്പണിങ്, ആ ഒരു പെട്രോൾ പമ്പ് ഓപ്പണിങ്. 8 മണിക്ക് ഓപ്പൺ ചെയ്യും. കൃത്യം 8 മണിക്ക് ഓപ്പൺ ചെയ്യും. 8 മണിക്ക് തന്നെയാണോ ആ ഒരു ആദ്യത്തെ വാഹനം കയറി വരുന്നത്? അല്ല, അല്ല. 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുമ്പോഴാണ് ഒരു വണ്ടി വരുന്നത്. അങ്ങനെ മനസ്സിലായി? ദാ ഈ 8ന്റെ കൂടെ ഈ 8 മിനിറ്റ് കൂടെ കൂട്ടുക. സോ 8.08 ആദ്യത്തെ വണ്ടി വരിക. സോ പെട്രോൾ പമ്പ് 8 മണിക്ക് തുറന്നതാണ് അല്ലെ? പെട്രോൾ പമ്പ് 8 മണിക്ക് തുറന്നതാണ്. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? 8 മണിക്ക് തുറന്നതാണ്. ഫസ്റ്റ് വണ്ടി വന്നത് എത്ര മണിക്കാ? 8 ആയപ്പോ. സോ എൻട്രി ടൈം എന്ന് പറയുന്നത് എത്രയാ? പറഞ്ഞു 8 അല്ലേ? സിമ്പിൾ അല്ലേ? സോ അടുത്തത് സർവീസ് ടൈം, സർവീസ് സ്റ്റാർട്ട് ടൈം അല്ലെ? സർവീസ് സ്റ്റാർട്ട് ടൈം. അടുത്ത കോളം സർവീസ് സ്റ്റാർട്ട് ടൈം. 8:08 വണ്ടി വരുമ്പോ വേറെ വണ്ടിയൊന്നും അവിടെ ഇല്ല. അപ്പൊ വരുമ്പോ തന്നെ ഇവർക്ക് എന്ത് ചെയ്യാം? സർവീസിന് കയറാനായിട്ട് പറ്റും? പറ്റത്തില്ല. 8 മണിക്ക് ഷോപ്പ് തുറന്നു, 8:08 ആയപ്പോഴാണ് ആദ്യത്തെ വണ്ടി വന്നത്. ആ വരുമ്പോ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സർവീസിന് കയറാൻ പറ്റും. സോ വരുമ്പോ തന്നെ സർവീസിന് കയറാം. 8:08 തന്നെ സർവീസിന് കയറാം. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? എന്നാ ഒരു കാര്യം ചെയ്യും. ഇനി നിങ്ങൾ ഈ റാൻഡം നമ്പർ ഉപയോഗിച്ച് സർവീസ് ടൈമിന്റെ എന്താണ്? സർവീസ് ടൈം കണ്ടുപിടിക്കുക. സർവീസ് ടൈം കണ്ടുപിടിക്കുക. 44 ദാണ്ട് ഇവിടാണ് നമ്മൾ സർവീസ് ടൈമിന്റെ റേഞ്ച് ഒക്കെ കണ്ടുപിടിക്കുന്നത്. 44 ഏത് റേഞ്ച് വരുന്ന? 44 ഏത് റേഞ്ച് വരുന്ന? 28 to 67 എന്ന് പറയുന്ന റേഞ്ചിൽ വരുന്ന അല്ലെ? സോ അതിന്റെ കറസ്പോണ്ടിങ് മിനിറ്റ്സ് എത്രയാണ്? സർവീസ് ടൈം എത്രയാണ്? 6 ആണ്. സോ അത് കൊടുക്കുക. സർവീസ് ടൈം എന്നാണ് ഹെഡിങ് കൊടുക്കേണ്ടത്. സർവീസ് ടൈം 21 ഏത് റേഞ്ച് വരുന്ന? റാൻഡം നമ്പർ 21 ഏത് റേഞ്ച് വരുന്ന സർവീസ് ടൈമില്? ഇതാ ഈ റേഞ്ചിൽ വരുന്നതല്ലേ? 21 അതിനകത്ത് വരുന്നതല്ലേ? സോ അതിന്റെ കറസ്പോണ്ടിങ് സർവീസ് ടൈം കൊടുക്കും. എത്ര വരും? 4 കൊടുക്കുക. ഓക്കെ, അടുത്ത ഏതാ? 73 ഏത് റേഞ്ച് വരുന്ന? 73 ഇതാ ഈ റേഞ്ച് വരുന്നതല്ലേ? സോ അതിന്റെ കറസ്പോണ്ടിങ് ടൈം സർവീസ് ടൈം 8. 96 ആണ്. 96 ഏത് റേഞ്ച് വരുന്ന? അതാണ് ഈ റേഞ്ച് വരുന്നത്. 96 യാതൊരു സംശയമില്ല. സോ അതിന്റെ ടൈം 8 അല്ല 10. 63 ഏത് റേഞ്ച് വരുന്ന? 63 ദാ ഈ റേഞ്ചിൽ വരുന്നതാണ്. സോ അതിന്റെ 6 ആണ്. സോ ആ രീതിയിൽ നിങ്ങൾ എല്ലാം ഒന്ന് ഫില്ല് ചെയ്തേ. ഫില്ല് ചെയ്തോ? ഫില്ല് ചെയ്തോ? ഇത് സർവീസ് എൻഡ് ആണ്. ഈ കോളം സർവീസ് എൻഡിങ് ആണ്. ഈ കോളം സർവീസ് എൻഡിങ് ആണ്. ഓക്കെ ഓക്കെ, ഞാനൊരു ഐഡിയ പറയാം. ഞാനൊരു സംഭവം ഒന്ന് പറഞ്ഞോട്ടെ. ഇതൊക്കെ എഴുതുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ഈ കോളം ഹെഡിങ് ഇതിനകത്ത് കാണാതെ പഠിച്ചിരിക്കണം. അതാണ് ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അത് എല്ലാം എഴുതി നിങ്ങളുടെ റാൻഡം നമ്പേഴ്സും അതിന്റെ കറസ്പോണ്ടിങ് അറൈവൽ, ഇന്റർ അറൈവൽ അല്ലെങ്കിൽ സർവീസ് ടൈം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ 8
നമ്പർ ആദ്യത്തെ എത്രയായിരുന്നു? 78. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതണം. ഇത്രയും കാര്യങ്ങൾ ആദ്യം എഴുതി വെക്കുക. ഇത് യാതൊരു പ്രശ്നമില്ല. ഇന്റർ അറൈവൽ ടൈമിന്റെ റേഞ്ച് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ റാൻഡം നമ്പർ ഉപയോഗിച്ച് നിങ്ങൾ ഇന്റർ അറൈവൽ ടൈം കണ്ടുപിടിക്കുക. അതുപോലെ സർവീസ് ടൈം നമ്മൾ അതിന്റെ റേഞ്ച് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. സർവീസ് ടൈമിന്റെ റേഞ്ച് കണ്ടുപിടിച്ചിട്ടുണ്ട്. റാൻഡം നമ്പർ ഉപയോഗിച്ച് സർവീസ് ടൈമിന്റെ റേഞ്ചും കണ്ടുപിടിച്ച് എഴുതി വെക്കുക. എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ആ ഒരു ഷോപ്പ് അല്ലെങ്കിൽ ആ ഒരു പെട്രോൾ പമ്പ് എപ്പോഴാണ് തുറന്നതെന്നുള്ളതാണ്. 8 മണിക്കാണ് തുറന്നത്. 8 മണിക്കാണ് തുറന്നത്. ഫസ്റ്റ് വണ്ടി വരുന്നത് 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആകുമ്പോഴാണ്. സോ 8:08 ആദ്യത്തെ വണ്ടി വരുന്നത്. 8:08 ആദ്യത്തെ വണ്ടി വരുന്നത്. ആദ്യത്തെ വണ്ടി ആയതുകൊണ്ട് തന്നെ അത് വരുമ്പോ തന്നെ സർവീസ് ചെയ്യാനായിട്ട് പറ്റും. സർവീസിന്റെ ടൈം എന്ന് പറയുന്നത് 6 മിനിറ്റ് ആണ്. 8:08 കയറിയാൽ 6 മിനിറ്റ് സർവീസ് കഴിയുമ്പോൾ സർവീസ് എൻഡ് ചെയ്യുമെന്ന് പറയുന്നത് എത്രയാണ്? 8:14 ആകുമ്പോൾ സർവീസ് എൻഡ് ആവും. ഇവിടെ വെയിറ്റിംഗ് ടൈമോ ഐഡിയൽ ടൈമോ വല്ലതും ഉണ്ടോ? ഐഡിയൽ ടൈം ഉണ്ട്, 8 മിനിറ്റ്. അതെന്താ? 8 മണിക്ക് ഷോപ്പ് തുറന്നതല്ലായിരുന്നോ? പക്ഷെ വണ്ടി വന്നത് 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയപ്പോഴാണ്. സോ ആ ഒരു 8 മിനിറ്റ് ആ ഷോപ്പിൽ നിന്ന് യാതൊരു തരത്തിലുള്ള ഷോപ്പ് ചുമ്മാ ഇരിക്കാം, ആ ഒരു പെട്രോൾ പമ്പ് ചുമ്മാ ഇരിക്കാം അല്ലെ? സോ ആ 8 മിനിറ്റ് എന്താണ്? ഐഡിയൽ ആണ്. 8 മണിക്ക് തുറന്ന് 8 മണിക്ക് തന്നെ ആദ്യത്തെ വണ്ടി വരുന്നതാണെന്നുണ്ടെങ്കിൽ സീനൊന്നും ഇല്ലായിരുന്നു. ഐഡിയൽ ടൈമും വെയിറ്റിംഗ് ടൈമും ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ 8 മണിക്ക് തുറന്ന ആ ഒരു പെട്രോൾ പമ്പിലേക്ക് ആദ്യത്തെ വണ്ടി വരുന്നത് 8 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. സോ ആ 8 മിനിറ്റ് എന്താണ്? ഐഡിയൽ ആണ്. സോ നമുക്ക് ഐഡിയൽ ടൈം ഒരു 8 എഴുതാം. ഓക്കെ, ഇനി രണ്ടാമത്തെ വണ്ടിയുടെ കാര്യമാണ്. രണ്ടാമത്തെ വണ്ടി ആദ്യത്തെ ഒരു നിര നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഈ എൻട്രി ടൈം ക്യുമുലേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. എൻട്രി ടൈം ഉണ്ടല്ലോ, എൻട്രി ടൈം ഇത് ക്യുമുലേറ്റ് ചെയ്തങ്ങ് എഴുതുക. അതുപോലെ സർവീസ് എൻഡ് ടൈമും ക്യുമുലേറ്റ് ചെയ്തങ്ങ് എഴുതുക. എൻട്രി ടൈമും ക്യുമുലേറ്റ് ചെയ്ത് എഴുതുക. എഴുതാവോ? സർവീസ് വേണ്ട കേട്ടോ, സർവീസ് എഴുതണ്ട. എൻട്രി ടൈം മാത്രം ക്യുമുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, എൻട്രി ടൈം മാത്രം ക്യുമുലേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. സർവീസ് വേണ്ട. സർവീസ് കൂടെ എഴുതാൻ പോയാൽ തെറ്റിപ്പോ. സോ എൻട്രി ടൈം മാത്രം ക്യുമുലേറ്റ് ചെയ്തൊന്ന് എഴുതിക്കേ. 8.08 പ്ലസ് 4 എത്ര വരും? ഇത് ക്യുമുലേറ്റ് ചെയ്തൊന്ന് എഴുതിക്കേ. എത്ര വരും? 12 അല്ലേ? ദെൻ 8 22 8 24 8 28 8 28 8 28 8 34 34 രണ്ടും 8 36 40 8 40 8 46 8 48 8 58 9 2 9 6 അല്ലേ? 9 6 9 മണിയിലേക്കായി. സോ ആദ്യത്തെ ഒരു റോ നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു റോ നിങ്ങൾ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ ഈ എൻട്രി ടൈം ക്യുമുലേറ്റ് ചെയ്ത് എഴുതുക. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ എൻട്രി ടൈം നിങ്ങൾ എന്ത് ചെയ്യണം? ക്യുമുലേറ്റ് ചെയ്ത് എഴുതണം. സീനുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കിടക്കാം. നോക്കണേ. അപ്പൊ നമ്മള് ആദ്യത്തെ വണ്ടി 8:08 വരുന്നത്. 8:08 വരുമ്പോ തന്നെ അത് 8:08 വരുന്നു. 8:08 വരുമ്പോ തന്നെ സർവീസ് ചെയ്യാന്ന് പറഞ്ഞു. സർവീസ് ടൈം 6 സോ സർവീസ് എൻഡ് ടൈം 8:14 ഒരു ഐഡിയൽ ടൈം ഉണ്ട് 8 മിനിറ്റ്. അതെങ്ങനായിരുന്നു? ഷോപ്പ് ആ ഒരു പെട്രോൾ പമ്പ് തുറന്നത് 8 മണിക്കായിരുന്നു. പക്ഷെ ആദ്യത്തെ വണ്ടി വന്നത് 8 മിനിറ്റ് കഴിഞ്ഞിട്ടാണ്. സോ ആ 8 മിനിറ്റ് ഐഡിയൽ ടൈമാണ്.
അടുത്ത വണ്ടി വരുന്നത് 8:12-നാണ്. അടുത്ത വണ്ടി വരുന്നത് 8:12-നാണ്. 8:12-ന് വരുമ്പോ അതിന് സർവീസിന് കയറാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം മറ്റേ ആദ്യത്തെ വണ്ടിയുടെ സർവീസ് കഴിയുന്നത് 8:14-നാണ്. 8:14-നാണ്. സോ ആ 8:14-ന് ഇവിടെ ഈ രണ്ടാമത്തെ വണ്ടി സർവീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആണോ? പറഞ്ഞ ശരിയാണോ? 8:14-ഉം 4-ഉം സർവീസ് ടൈം കൂടി കൂടുമ്പോ 8:18-ന് സർവീസ് എൻഡ് ആവും. വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലേ? വെയിറ്റിംഗ് ടൈം ഉണ്ടോ? ഉണ്ട്. കാരണം എന്താ? 8:12-ന് വന്ന വണ്ടിക്ക് 8:12-ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റിയില്ല? സർവീസ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ശരിയല്ല ഞാൻ പറഞ്ഞേ? 8:14 വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതായത് 2 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. സോ ആ 2 മിനിറ്റ് നമ്മൾ ഇവിടെ കൊടുക്കാം, വെയിറ്റിംഗ് ടൈം ആയിട്ട് കൊടുക്കാം. ക്ലിയർ ആയോ? ഓക്കെ. അടുത്തതിലേക്ക് വരുമ്പോ അടുത്ത വണ്ടി വരുന്നത് എത്ര മണിക്കാ? 8:22 ആകുമ്പോ വരുന്നു. 8:22 ആകുമ്പോ തന്നെ അതിന് സർവീസിന് കയറാൻ പറ്റുമോ? കേറാം. കാരണം എന്താ? 8:18 ആയപ്പോ മറ്റേ വണ്ടി ഇറങ്ങിപ്പോയി. 8:18 ആയപ്പോ മറ്റേ വണ്ടി ഇറങ്ങിപ്പോയി. സോ നമ്മുടെ പുതിയ മൂന്നാമത്തെ വണ്ടി വരുമ്പോ അപ്പൊ തന്നെ സർവീസ് ചെയ്യാം. സർവീസ് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത് എത്ര മണിക്കാ? 8:30 ആകുമ്പോ. അല്ലെ? ശരിയല്ല ഞാൻ പറഞ്ഞേ? പക്ഷെ ഇവിടെ ഒരു ഐഡിയൽ ടൈം ഉണ്ടല്ലേ? ഉണ്ടോ? പറ. 8:18 കഴിഞ്ഞ് പിന്നെ വണ്ടി വരുന്നത് 8:22-നാണ്. സോ ഒരു 4 മിനിറ്റ് എന്താണ്? ഐഡിയൽ ആണ്. 8:18 കഴിഞ്ഞ് 4 മിനിറ്റ്, അതായത് രണ്ടാമത്തെ വണ്ടി ഇറങ്ങി പോകുന്നത് 8:18-നാണ്. 8:18 കഴിഞ്ഞ് പിന്നെ മൂന്നാമത്തെ വണ്ടി വരുന്നത് 8:22-നാണ്. സോ ആ ഒരു 4 മിനിറ്റ് ആ ഒരു പെട്രോൾ പമ്പ് ചുമ്മാ ഇരിക്കുക. സോ 4 മിനിറ്റ് ഐഡിയൽ ആണ്. ഓക്കെ. അടുത്ത വണ്ടി വരുന്നത് 8:24-നാണ്. 8:24-ന് തന്നെ സർവീസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം മൂന്നാമത്തെ വണ്ടിയുടെ സർവീസ് കഴിയുന്നത് 8:30-നാണ്. സോ ഈ വണ്ടി 8:24-ന് വന്നാലും നാലാമത്തെ വണ്ടി 8:24-ന് വന്നാലും അതിന്റെ സർവീസ് എപ്പോഴേ നടക്കുള്ളൂ? 8:30-ന് നടക്കുള്ളൂ. 8:40-നാണ് സർവീസ് എൻഡ് ചെയ്യുന്നത്. അതായത് 8:30 പ്ലസ് സർവീസ് ടൈം 10, 8:40. ഇവിടെ വെയിറ്റിംഗ് ടൈമോ ഐഡിയൽ ടൈമോ ഉണ്ടോ? വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലേ? ഒരു 6 മിനിറ്റില്ലേ വെയിറ്റിംഗ് ടൈം? ഉണ്ട്. ഒരു 6 മിനിറ്റ്. എങ്ങനെ വന്നു? 8:30-നാണ് മറ്റേ വണ്ടിയുടെ സർവീസ് കഴിയുന്നത്, മൂന്നാമത്തെ വണ്ടിയുടെ സർവീസ് കഴിയുന്നത്. നമ്മൾ നാലാമത്തെ വണ്ടി ഓൾറെഡി 8:24 ആയപ്പോ വന്ന് കിടക്കുക. വെയിറ്റ് ചെയ്യാം. എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു? 6 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതേ ഉള്ളൂ. ഓക്കെ. അടുത്ത കാറ്, അഞ്ചാമത്തെ കാറ് 8:28-ന് വരുന്നു. 8:28-ന് സർവീസ് കിട്ടുമോ? കിട്ടത്തില്ല. 8:40-നേ കിട്ടത്തുള്ളൂ. കാരണം 8:40-നാണ് നാലാമത്തെ വണ്ടി ഇറങ്ങിപ്പോന്നെ, അല്ലേ? സോ എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും? ഇതങ്ങ് എഴുതിക്കോ. 8:46 ഇതങ്ങ് എഴുതിക്കോണേ. അത് കഴിഞ്ഞിട്ട് വെയിറ്റിംഗ് ടൈമും ഐഡിയൽ ടൈമും എഴുതിയാൽ മതി. 8:46-ന് എൻഡ് ചെയ്തു, സർവീസ് എൻഡ് ചെയ്തു. വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലേ? എത്ര മിനിറ്റ്? ഒരു 12 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം 8:40-നാണ് നാലാമത്തെ വണ്ടി ഇറങ്ങി പോകുന്നത്. ഇയാൾ ഇവിടെ 8:28 ആയപ്പോഴാണ് വന്ന് കിടക്കുക, അഞ്ചാമത്തെ വണ്ടി. എന്നിട്ട് കാര്യമൊന്നുമില്ല. 12 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 8:40-നെ സർവീസ് നടക്കുന്നു. ഓക്കെ. അടുത്തത് 8:34-ന് വണ്ടി വരുന്നു. 8:34-ന് വണ്ടി വരുമ്പോ 8:34-ന് തന്നെ സർവീസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. 8:46-നേ പറ്റത്തുള്ളൂ, അല്ലെ? 8:46, 8:52. സർവീസ് എൻഡിങ് 8:52. സോ എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും? 8:46-ന് വരുന്നു. 8:46-ന് മറ്റേ വണ്ടിയുടെ സർവീസ് ഇറങ്ങുന്നു. 8:34-ന് പുതിയ വണ്ടി വരുന്നു. വന്നിട്ട് കാര്യമില്ല, കിടക്കണം, വെയിറ്റ് ചെയ്യണം. എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? 12 മിനിറ്റ് ആണോ? 12 മിനിറ്റ് അല്ലെ? അടുത്തത് 8:36-ന് വണ്ടി വരുന്നുണ്ട്. 8:36-ന് തന്നെ സർവീസ് കിട്ടുമോ? ഇല്ല. ആറാമത്തെ വണ്ടി ഇറങ്ങിപ്പോകുന്നത് 8:52-ആണ്. സോ അപ്പോഴേ കയറാൻ പറ്റത്തുള്ളൂ സർവീസിന്. 52 8:58-ന് ഇറങ്ങി പോകാൻ പറ്റും. വെയിറ്റ് ചെയ്യണം അല്ലെ? വെയിറ്റ് ചെയ്യണോ? എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം?
എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും? 8:36 വന്ന വണ്ടി 8:52 സർവീസിന് കയറ്റുന്നത്. സോ എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? ഒരു 16 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. കസ്റ്റമർ വെയിറ്റ് ചെയ്യേണ്ടി വരും. അടുത്തത് 8:40 വണ്ടി വരുന്നു. 8:40 വണ്ടി വരുന്നു. 8:40 കയറ്റാൻ പറ്റുമോ? ഇല്ല. 8:58 കയറ്റാൻ പറ്റത്തുള്ളൂ. എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? 18 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. എൻഡ് ടൈം 8:40 8:58 6 9:04 അല്ലേ? 9:04 9 മണിയായി. 9:04 ആവും സർവീസ് ഉണ്ടാവാൻ. അടുത്ത കാർ വരുന്നത് 8:46 വന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. വെയിറ്റ് ചെയ്യേണ്ടി വരും. എത്ര മണി വരെ? 9:04 വരെ. എത്ര മിനിറ്റ് ഉണ്ട് സർവീസ് എൻഡ് ചെയ്യാൻ? 9:04 ഓക്കെ. 9:16 അല്ല 12 ഓക്കെ. എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? 8:46 വന്ന വണ്ടി 9:04 സർവീസിന് കയറ്റുന്നത്. എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? 18 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അടുത്ത കാർ വരുന്ന 8:48 8:48 സർവീസിന് കയറ്റാൻ പറ്റുമോ? പറ്റത്തില്ല. 9:12 പറ്റുള്ളൂ. സോ 9:16 ഓക്കെ. വെയിറ്റിംഗ് ഉണ്ടോ? വെയിറ്റിംഗ് ഉണ്ട്. എത്ര മിനിറ്റ്? ഏകദേശം ഒരു 24 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അടുത്ത കാർ വരുന്ന 8:58 കാര്യമില്ല. 9:16 സംഭവം നടക്കുകയുള്ളൂ. 9:20 ആവും സർവീസ് എൻഡ് ചെയ്യാൻ. ഇവിടെയും വെയിറ്റ് ചെയ്യണം. എത്ര മിനിറ്റ് വെയിറ്റിംഗ് ഉണ്ട്? 18 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. വേണ്ടേ? 8:58 വരുന്ന വണ്ടി 9:16 സർവീസ് ചെയ്യാനായിട്ട് വരത്തുള്ളൂ. അപ്പൊ എത്ര മിനിറ്റ് വെയിറ്റ് ചെയ്യണം? 18 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. ദെൻ അടുത്ത വണ്ടി വരുന്ന 9:06 9:06 സർവീസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. 9:20 പറ്റത്തുള്ളൂ. 9:20 പറ്റത്തുള്ളൂ. 9:20 9:26 കഴിയുന്നു. വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലേ? 14 മിനിറ്റ് ആണോ? 14 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. കണ്ട, ഇതാണ് സംഭവം. മനസ്സിലായോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കണ്ടോ? എന്നിട്ട് ഇതാ ഇതിന്റെ ടോട്ടൽ ഒന്ന് എടുക്കുക. ഏകദേശം 140 വരും. ഇത് 12 വരും. 140 12 വരും. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ദി പമ്പ് ബീയിങ് ഐഡിയൽ. പ്രോബബിലിറ്റി ഓഫ് ദ പമ്പ് ബീയിങ് ഐഡിയൽ. എങ്ങനെ കണ്ടുപിടിക്കും? ഐഡിയൽ ടൈം നമുക്ക് അവൈലബിൾ അല്ലേ? ഐഡിയൽ ടൈം ഡിവൈഡ് ബൈ 12 ചെയ്താൽ മതി. ടോട്ടൽ ഐഡിയൽ ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ ഓപ്പറേറ്റിംഗ്. 140 ഡിവൈഡ് ബൈ 12 അല്ലെ? എത്ര വരും? ഐഡിയൽ ടൈം വന്നല്ലോ. ഓ, തെറ്റിപ്പോയി. മൊത്തം തെറ്റാണ്. സോറി ഗായ്സ്. ഐഡിയൽ ടൈം എത്രയായിരുന്നു? 12 അല്ലെ? പ്രോബബിലിറ്റി ideal time of petrol station. എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ ഐഡിയൽ ടൈം ഡിവൈഡ് ബൈ ടോട്ടൽ ഓപ്പറേറ്റിംഗ്. അതായത് ഐഡിയൽ ടൈം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അല്ലെ? 12. ഓപ്പറേറ്റിംഗ് ടൈം എങ്ങനെ കണ്ടുപിടിക്കും? ഇത് നോക്കിയാൽ മതി. 9:26 കണ്ടോ? 8 മണിക്ക് ഓപ്പൺ ചെയ്തതാണ്. 8 മണിക്ക്. ടോട്ടൽ ഓപ്പറേറ്റിംഗ് ടൈം 9:26 വരെയാണ്. 9:26 ആകുമ്പോൾ 12 കാറും സർവീസ് ചെയ്ത് കഴിയും അല്ലെ? സോ മൊത്തം എത്ര മിനിറ്റ് ഉണ്ടാവും? അത് മിനിറ്റിലേക്ക് മാറ്റണം. ഐഡിയൽ ടൈം മിനിറ്റിലല്ലേ കിടക്കുന്നത്. സോ ആ ഒരു ഓപ്പറേറ്റിംഗ് ടൈമിനെ നമ്മൾ 1:26 1 മണിക്കൂർ, അതായത് 60 26 86 മിനിറ്റ് വരും അല്ലെ? ശരിയല്ല ഞാൻ പറഞ്ഞേ? 86 മിനിറ്റ് വരും.
ഒന്ന് 1 മണിക്കൂർ 26 മിനിറ്റ് എന്ന് പറയുമ്പോൾ 86 മിനിറ്റ് വരും അല്ലെ. സോ 12 ഡിവൈഡ് ബൈ 86 എത്ര വരും? 0.13 അല്ലെ. 0.1395. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആവറേജ് ടൈം സ്പെൻഡ് ബൈ കസ്റ്റമേഴ്സ് വെയിറ്റിംഗ് ഇൻ ലൈൻ അല്ലെ. വെയിറ്റിംഗ് ടൈം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എത്രയാ? 140. അതിനെ എത്ര റാൻഡം നമ്പേഴ്സ് ഉണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 140 ഡിവൈഡ് ബൈ 12 എത്ര വരും? 11.67. കണ്ട സീനുണ്ടോ? പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇതേ ടൈപ്പ് തന്നെ ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം കേട്ടോ. വേഗം ക്വസ്റ്റ്യൻ എഴുതിക്കാം. ഞാൻ തന്നെ ഇവിടെ ക്വസ്റ്റ്യൻ എഴുതാം. പുറത്തുനിന്നുള്ള ഒരു പ്രോബ്ലം ആണ്. A single counter ticket booking center employ one booking clerk. A passenger on arrival immediately goes to the booking center for being served. If booking center or counter is free, on the other hand, the counter is engaged, so the passenger will have to wait. The passenger are served on first served basis. The time of arrival and the time of service varies from 1 minute to 6 minutes. The distribution of arrival and service time is as under.
probability. 0.05, 0.20, 0.35, 0.25, 0.10. സർവീസ് പ്രോബിലിറ്റി വരുമ്പോൾ 0.10, 0.20, 0.40, 0.20, 0.10, nil. Required simulate the arrival and service of 10 passengers starting from 9 a.m. by using the following random numbers. Random numbers pair ആയിട്ട് തന്നിരിക്കുന്ന റാൻഡം നമ്പേഴ്സ് respectively for arrival and service. Okay. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതില് ഈ 60 എന്ന് പറയുന്നത് അറൈവലിന്റെ റാൻഡം നമ്പറും 9 എന്ന് പറയുന്നത് സർവീസിന്റെ റാൻഡം നമ്പറും. അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ എഴുതുമ്പോ അത് ഓർത്തോണം. പതിനെട്ട് 36 65 36 65 38 25 25 ആണ് ഇത്. ഇത് ഞങ്ങളെ ചെയ്യിപ്പിച്ച പ്രോബ്ലം, അതുകൊണ്ടാണ് ഇങ്ങനെ PDF കാര്യങ്ങളൊന്നും ഇല്ലാത്തത്. 25 then 07 11 8 79 59 61 53 77 03 10. Determine the total duration of ideal time of booking clerk and waiting time of passengers. Okay. ഇവിടെ ഒരു ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറിന്റെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടറിലേക്ക് ആള് വരുന്നതും അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതും എത്ര നേരം ആ ഒരു പാസഞ്ചേഴ്സ് വെയിറ്റ് ചെയ്യണം, അതുപോലെ എത്ര നേരം ചിലപ്പം ഐഡിയൽ ആയിട്ട് ആ ഒരു കൗണ്ടർ ഐഡിയൽ ആയിട്ടിരിക്കും എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ചെയ്താലോ? ഒരുമിച്ച് ചെയ്യാം കേട്ടോ. മുമ്പായിട്ട് ഞാൻ ഇതെല്ലാം തുടച്ചോട്ടെ. അപ്പൊ നമുക്കിതെല്ലാം ഒന്ന് മായ്ക്കാം അല്ലെ. ആദ്യം നമുക്കിതെല്ലാം ഒന്ന് മായ്ച്ചോട്ടെ ഞാന്, എന്നിട്ട് നമുക്ക് ആ പ്രോബ്ലം ചെയ്യാം കേട്ടോ.
നിങ്ങളും വരച്ചോളൂ കേട്ടോ. ഇപ്പൊ പ്രോബബിലിറ്റിയും റാൻഡം ഒക്കെ കണ്ടുപിടിക്കണ്ടേ, റേഞ്ച് ഒക്കെ കണ്ടുപിടിക്കണ്ടേ. സോ നിങ്ങളും കോളം വരയ്ക്കുക. നീറ്റ് ആയിരിക്കണം കേട്ടോ. ബുക്കിൽ ചെയ്യുന്നത് നീറ്റ് ആയിരിക്കണേ. യാതൊരു അപാകതയും അതിൽ വരുത്തരുത് നിങ്ങൾ. ഈ ഒരു ടേബിളും വരയ്ക്കേണ്ടി വരും. വരച്ചോ വരച്ചോ, വരച്ചിട്ടേരെ, എന്നിട്ട് നമുക്ക് ഒന്നിച്ച് ചെയ്യാം. നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഇത് തുടച്ചോളാം. നിങ്ങൾ വേണേ പതിയെ ആ റാൻഡം നമ്പേഴ്സ് ഒക്കെ അതിന്റെ റേഞ്ചുകളൊക്കെ ഒന്ന് വേണേ കണ്ടുപിടിച്ചോ കേട്ടോ. ഞാൻ അപ്പോഴത്തേക്ക് അങ്ങ് എത്താം. നിങ്ങളങ്ങ് ചെയ്തോ. അറിയാലോ, റേഞ്ച് കണ്ടുപിടിക്കാൻ അറിയാലോ. ഒന്ന് ചെയ്തേ. വെറുതെ നോക്കിയിരിക്കണ്ട, ചെയ്യരുതോ? എന്റെ ഹെൽപ്പ് ഇല്ലാതെ ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങക്ക്. സിമ്പിൾ കാര്യമല്ലേ. ഞാനും വരുവാ. 10 മതി അല്ലേ? ഓക്കെ, വാ 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 വാ, എല്ലാരും വാ. ഇങ്ങോട്ട് നോക്കിയോ, ഇങ്ങോട്ട് നോക്കിയോ. ഓക്കെ, 2 3 5 6, 1 2 3 4 5, ഒരു കോളം ആണ് അല്ലെ. ഇപ്പൊ ഇങ്ങനൊന്നും വരയ്ക്കാതെ ചുമ്മാ കുറെ വരയൊക്കെ ഇട്ടാ നിങ്ങൾക്ക് അവസാനം ഇത് പണിയാവും, ഒന്നും മനസ്സിലാകത്തുമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വൃത്തിയായിട്ട് തന്നെ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വേണ്ടിയാണേ. ഓക്കെ, നമുക്ക് അറൈവലിന്റെ പ്രോബബിലിറ്റി ആദ്യം ചെയ്യാം. നിങ്ങളുടെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന മിനിറ്റ്സ് അതേപടി എഴുതിക്കോ. 1 1 2 3 4 5 6. പ്രോബബിലിറ്റി, അറൈവലിന്റെ പ്രോബബിലിറ്റി എടുക്കുക. അറൈവലിന്റെ കേട്ടോ, എത്രയാണ്? 0.05. നിങ്ങൾ ക്വസ്റ്റിലേക്ക് നോക്കുക. 0.20, 0.35, 0.25, 0.10, 0.05 അല്ലെ. ക്യുമുലേറ്റ് ചെയ്ത് എഴുതിക്ക്. 0.05 തന്നെ ആയിരിക്കും ആദ്യത്തെ ആ ഒരു കോളത്തിൽ വരിക. ദെൻ ക്യുമുലേറ്റ് ചെയ്ത് എഴുതിക്ക്. ആ പറഞ്ഞു, അങ്ങനെ വരും. 0.25, എത്രയാ,
0.60 അല്ലേ? 0.25 പ്ലസ് 0.35 0.6 0.6 and 0.85 0.85 then 0.95 അവസാനം 1 വരണം. നമുക്ക് റേഞ്ച് നോക്കാം. എങ്ങനെ റേഞ്ച് നോക്കുന്നേ? 0 സ്റ്റാർട്ടിങ്. സോ എങ്ങനെ കണ്ടുപിടിക്കാം? ഇതാ ഇവിടുത്തെ എങ്ങനെ കണ്ടുപിടിക്കാം പറഞ്ഞു. 0.5 ഇൻറ്റു 0.05 ഇൻറ്റു 100 മൈനസ് 1 അല്ലെ? 0.05 ഇൻറ്റു 100 മൈനസ് 1 ശരിയല്ലേ പറഞ്ഞേ? സോ എങ്ങനെ വരും? കണ്ടുപിടിച്ചോ. ഇതൊന്നും ഞാൻ ഇനിയും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ആ എഴുതിക്കോ വേഗം. 4 5 24 25 അതുപോലെ 59 4 ആണേ ഇത് 4 ആണേ 60 84 ആണോ 85 94 കണ്ടോ? പെട്ടെന്ന് എഴുതാൻ പറ്റും എനിക്ക്. 95 99. ഓക്കെ, അത് കഴിഞ്ഞു. പെട്ടെന്ന് സർവീസിന്റെ കണ്ടുപിടിക്കും. വാ, മിനിറ്റ്സ് സെയിം തന്നെയാണ്. 3 4 5 6. പ്രോബിലിറ്റി ക്വസ്റ്റിലേക്ക് നോക്കുക. പ്രോബിലിറ്റി പറഞ്ഞ് 0.10 0.20 0.40 0.20 0.10 നിൽ. അവസാനം ഇല്ല. ക്യുമുലേറ്റീവ് പ്രോബിലിറ്റി 0.10 0.30 0.70 0.90 1. ശരിയല്ലേ? റേഞ്ച് കണ്ടുപിടിച്ചേ. സ്റ്റാർട്ടിങ് 0 ആയിരിക്കും. 9 ആണോ 10 29 ആണോ? ഡൺ. 30 69 ആണോ? ആണ്. 70 89 ആണോ? 90 99 അല്ലേ? സിമ്പിൾ. പടയെന്നാവട്ടെ. പടയെന്ന്. ഇത്രയും കിട്ടിയോ നിങ്ങൾക്ക്? ഇത്രയും കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? നോക്കിയേ, ശരിയാണോ നോക്കിയേ എല്ലാവർക്കും. കുറച്ചുകൂടെ ഒന്ന് ചെറുതാക്കി ഇച്ചിരി മൂലക്കോട്ടാക്കി തരാം. കണ്ടോ? കണ്ടല്ലോ. ഇതിനെ ഇച്ചിരി മുകളിലോട്ടാക്കി തരാൻ നോക്കട്ടെ. ഓക്കെ, നമുക്ക് നമ്മുടെ മെയിൻ ഏരിയകളിലേക്ക് കടക്കാം. സീരിയൽ നമ്പേഴ്സ് 10 വരെ ഇടുക. 10 റാൻഡം നമ്പേഴ്സ് അല്ല തന്നിരിക്കുന്നത്. നമുക്ക് 10 പാസഞ്ചേഴ്സിന്റെ ആണ് തന്നിരിക്കുന്നത്. 10 പാസഞ്ചേഴ്സിന്റെ 10 റാൻഡം നമ്പേഴ്സും ഉണ്ട്. സോ ഇന്റർ അറൈവലിന്റെ എന്ത് ചെയ്യുക? അറൈവൽ എഴുതുക. റാൻഡം നമ്പേഴ്സ് എഴുതുക. അറൈവലിന്റെ റാൻഡം നമ്പേഴ്സ് എഴുതി. അറൈവലിന്റെ എത്ര വരും? 60. പോരട്ടെ. അതുപോലെ 16 8 36 38 07 8 59 ശരിയാണോ? 53 03 ശരിയല്ലേ? ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്തേരെ. Okay. The corresponding ഇന്റർ അറൈവൽ ടൈം നമുക്ക് കണ്ടുപിടിക്കണം. കറസ്പോണ്ടിങ് ഇന്റർ അറൈവൽ ടൈം. സോ 60 എന്ന് പറയുന്നത് ഇവിടെ റേഞ്ച് നോക്കാം. റാൻഡം നമ്പർ 60 ആണ്. സോ ഇത് ഏത് റേഞ്ചിൽ വരുന്നതാണ്? 60 കിടക്കുന്നത് 4 വരുന്നതാണ് അല്ലെ? അപ്പൊ ടൈം, അതിന്റെ കറസ്പോണ്ടിങ് ടൈം ഇവിടെ എഴുതി കൊടുക്കുക. 4. ദെൻ 16 ആണ്. 16 ഇതിൽ ഏത് റേഞ്ച് വരുന്ന? 16 ഈ റേഞ്ചിൽ വരുന്നതല്ലേ? സോ 2 കൊടുക്കുക. 08 എവിടെ വരുന്ന? 08 സെയിം അതേ റേഞ്ചിൽ തന്നെ വരുന്നതാണ്. 2 കൊടുക്കുക.
ദെൻ 4 ഏത് റേഞ്ച് വരുന്ന, സോറി 36 ഏത് റേഞ്ച് വരുന്ന, 36 എവിടെ 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 ആ അതേണ്ടത് 25 to 59 എന്ന് പറയുന്ന റേഞ്ച് വരുന്നതല്ലേ 36. സോ അതിന്റെ കറസ്പോണ്ടിങ് മിനിറ്റ് 30 കൊടുക്കും, 30 അല്ല 3 കൊടുക്കുക. ദെൻ 3 താഴോട്ട് എഴുതിക്കുക നിങ്ങൾ, എല്ലാം ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. 2 3 3 1 ശരിയല്ലേ, ശരിയല്ലേ? നേരെ സർവീസിന്റെ റാൻഡം നമ്പേഴ്സ് എഴുതിക്കേ. സർവീസിന്റെ റാൻഡം നമ്പേഴ്സ് ഇത്രയും ഫില്ല് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തത് വരേണ്ടത് റാൻഡം നമ്പർ, സർവീസിന്റെ റാൻഡം നമ്പേഴ്സ് ആണ്. സോ സർവീസിന്റെ റാൻഡം നമ്പേഴ്സ് നമുക്ക് ക്വസ്റ്റനിൽ അവൈലബിൾ ആണ്. അതൊക്കെ ഒന്ന് പെറുക്കി എഴുതിക്കേ. എത്ര വരും? 0 9 12 18 65 25 11 79 61 77 10. ഓക്കെ ഓക്കെ അല്ലേ? കറസ്പോണ്ടിങ് സർവീസ് ടൈം റാൻഡം നമ്പർ ഉപയോഗിച്ച് സർവീസ് ടൈമിന്റെ റേഞ്ച് കണ്ടുപിടിച്ചെടുത്തുനിന്ന് കറസ്പോണ്ടിങ് മിനിറ്റ് കണ്ടുപിടിക്കുക. 09 എവിടെ വരുന്നയാ? ഫസ്റ്റ് റേഞ്ചിൽ വരുന്നതാണ് അല്ലേ? സോ 1 മിനിറ്റ് കൊടുക്കുക. 12 ഏത് റേഞ്ചിൽ വരുന്ന? 12 ഇവിടെ വരുന്നതല്ലേ? 2 അല്ലേ? ടൈം 2 അല്ലേ? ദെൻ അടുത്ത 18 ആണ്. 18 ഏത് റേഞ്ച് വരുന്നത്? ഈ റേഞ്ചിൽ തന്നെയാണ്. സോ 2 തന്നെയാണ്. ദെൻ 65 ഈ റേഞ്ച് വരുന്നതല്ലേ 65. സോ 3 കൊടുക്കുക. 25 ഏത് റേഞ്ചാ? 25 ഈ റേഞ്ച് തന്നെ 2 എന്ന് പറയുന്ന മിനിറ്റ് കൊടുക്കുക. അങ്ങനെ 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 താഴേക്കൊന്ന് ഫില്ല് ചെയ്തേ വേഗം. ശരിയല്ലേ? ശരിയല്ലേ? ഇത്രയും നിങ്ങൾ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ ബോക്സുകളും കാര്യങ്ങളും ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ സ്റ്റാർട്ടിംഗ് ടൈം എപ്പോഴാ? ആ ഒരു കൗണ്ടർ, ആ ഒരു ടിക്കറ്റ് കൗണ്ടർ എപ്പോഴാണ് തുറക്കുന്നത്? ക്വസ്റ്റനിൽ പറയുന്നുണ്ടോ? സ്റ്റാർട്ടിംഗ് ഫ്രം 9 AM പറയുന്നുണ്ട്. സ്റ്റാർട്ടിംഗ് ഫ്രം 9 AM 9 AM സ്റ്റാർട്ടിംഗ്. 9 AM സ്റ്റാർട്ടിംഗ്. സോ ആദ്യത്തെ വണ്ടി വരുന്നത് എപ്പോഴാണ്? 9 AM വരുന്നില്ല. 9 AM കഴിഞ്ഞ് ഒരു 4 മിനിറ്റ് കൂടെ ആകുമ്പോഴാണ് ആദ്യത്തെ കാർ കയറി വരുന്നത്. സോറി, ആദ്യത്തെ ആള് കയറി വരുന്നത്. ഇവിടെ കാറല്ലല്ലോ, പാസഞ്ചേഴ്സ് അല്ലേ. ആദ്യത്തെ പാസഞ്ചർ വരുന്നത് 9 മണിക്ക് തുറന്ന ഷോപ്പ്, 9 മണിക്ക് തുറക്കുന്ന ഷോപ്പ്. അവിടെ ആദ്യത്തെ പാസഞ്ചർ വരുന്നത് എപ്പോഴാ? 9:04 9:04. ഇനി എന്താ നിങ്ങൾ ചെയ്യണ്ടേ? 9:04 വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ സർവീസ് ചെയ്യാൻ പറ്റത്തില്ലേ? വേറെ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ലല്ലോ, വേറെ പാസഞ്ചേഴ്സ് ഒന്നും ഇല്ലല്ലോ. സോ 9:04 ആദ്യമായിട്ട് വരുന്ന ആ വ്യക്തിക്ക് 9:04 തന്നെ സർവീസ് അവൈലബിൾ ആണ്. സോ 9:04 തന്നെ സർവീസ് കിട്ടും. സർവീസ് ടൈം 1 ആണ്. സോ 9:04 + 1 9:05 അയാൾക്ക് അയാളുടെ സർവീസ് എൻഡ് ആവും. ഇവിടെ വെയിറ്റിംഗ് ടൈം ഉണ്ടോ, ഐഡിയൽ ടൈം ഉണ്ടോ? ഏതെങ്കിലും ഉണ്ടോ? ഐഡിയൽ ടൈം ഉണ്ട്. കാരണം 9 മണിക്ക് തുറക്കുന്ന കൗണ്ടർ, അവിടെ ആദ്യത്തെ പാസഞ്ചർ വരുന്നത് 9:04 സോ ഒരു 4 മിനിറ്റ് എന്താണ്? ഐഡിയൽ ആണ് അല്ലേ? വെയിറ്റിംഗ് ടൈം ഇല്ല. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ആദ്യത്തെ റോ നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു എൻട്രി ടൈം ഇല്ലേ, അത് ക്യുമുലേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ്. ഒന്ന് ക്യുമുലേറ്റ് ചെയ്ത് എഴുതിക്കേ. 9:04 ഇങ്ങനെ 9:04 9:06 അല്ലെ? 9:06 9:08 പിന്നെ 9:11 9:14 9:16 അല്ലെ? ശരിയല്ലേ? 9:18 9:21 9:24 9:25
ക്യുമുലേറ്റ് ചെയ്ത് എഴുതി. ഇനി നോക്കാം, രണ്ടാമത്തെ പാസഞ്ചർ വരുന്നത് 9:06-നാണ്. 9:06-ന് 9:05-ന് ഫസ്റ്റ് പാസഞ്ചറിന്റെ സർവീസ് എൻഡ് ആവും. സോ 9:06-ന് വരുന്ന പാസഞ്ചറിന് 9:06-ന് തന്നെ സർവീസ് കിട്ടും. കിട്ടത്തില്ലേ? കിട്ടും. 9:06 സർവീസിന് കെട്ടിക്കഴിഞ്ഞാൽ 2 മിനിറ്റത്തെ സർവീസ് ഉണ്ട്. 2 മിനിറ്റത്തെ സർവീസ് ഉണ്ട്. സോ എത്ര മണിക്ക് ഇറങ്ങിപ്പോവാൻ പറ്റും? 9:08-ന് ഇറങ്ങിപ്പോവാം. വെയിറ്റിംഗ് ടൈമോ ഐഡിയൽ ടൈമോ ഉണ്ടോ? ഐഡിയൽ ടൈം ഉണ്ടല്ലേ. കാരണം എന്താ? 1 മിനിറ്റ് ഐഡിയൽ ടൈം ഉണ്ടല്ലോ. കാരണം എന്താ? ഫസ്റ്റ് പാസഞ്ചർ 9:05-ന് ഇറങ്ങിപ്പോയതാണ് അല്ലെ. പിന്നെ പാസഞ്ചർ വന്ന എപ്പോഴാ? 9:06-ന്. സോ 1 മിനിറ്റ് അവർക്ക് ചുമ്മാതിരിക്കേണ്ടി വന്നു. ആ കൗണ്ടർ ചുമ്മാതിരുന്നു. സോ 1 മിനിറ്റ് ഐഡിയൽ. മനസ്സിലായോ? ഓക്കെ. അടുത്ത തേർഡ് പാസഞ്ചർ വരുന്ന 9:08-നാണ്. തേർഡ് പാസഞ്ചർ വരുന്ന 9:08. 9:08-ന് തന്നെ സർവീസ് നടക്കും. കാരണം സെക്കൻഡ് പാസഞ്ചർ 9:08-നാണ് സർവീസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോയത്. തൊട്ട് പുറകിന് തന്നെ ആര് വന്നു? തേർഡ് പാസഞ്ചർ വന്നു. അപ്പൊ തന്നെ അയാൾക്ക് സർവീസ് ചെയ്യാം, ഒരു പ്രശ്നവും ഇല്ല. 9:08 9:10-ന് സർവീസ് കഴിയും. 9:08 + 2 9:10-ന് സർവീസ് കഴിയും. ഐഡിയൽ ടൈമും ഇല്ല, വെയിറ്റിംഗ് ടൈമും ഇല്ല. ഐഡിയൽ ടൈമും ഇല്ല. 9:08-ന് രണ്ടാമത്തെ പാസഞ്ചർ ഇറങ്ങിപ്പോയി സർവീസ് കഴിഞ്ഞിട്ട്. കൃത്യസമയത്ത് തന്നെ ആര് വന്നു? തേർഡ് പാസഞ്ചർ വന്നു. ആ സമയത്ത് തന്നെ സർവീസ് ചെയ്യാൻ പറ്റി. 2 മിനിറ്റത്തെ സർവീസും ഉണ്ടായിരുന്നു. 9:10-ന് ഇറങ്ങിപ്പോയി. യാതൊരു പ്രശ്നമില്ല. സർവീസും ഇല്ല, വെയിറ്റിംഗ് ടൈമും ഇല്ല, ഐഡിയൽ ടൈമും ഇല്ല. എന്നാൽ ഫോർത്ത് പാസഞ്ചറിലേക്ക് വരുമ്പോ 9:11-ന് വരുന്ന 9:11-ന് 9:11-നല്ലേ സർവീസിന് കയറാൻ പറ്റുള്ളൂ. 9:10-ന് തേർഡ് പാസഞ്ചർ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പോലും 9:11-ന് വരുന്ന ആൾക്ക് 9:11-നല്ലേ കയറാൻ പറ്റുള്ളൂ സർവീസിന്. 9:11 മുതൽ 3 മിനിറ്റത്തെ സർവീസ് എന്ന് പറയുമ്പോൾ 9:14-ന് സർവീസ് എൻഡ് ചെയ്യും. വെയിറ്റിംഗോ ഐഡിയലോ ഉണ്ടോ? ഉണ്ടോ? ഐഡിയൽ ഉണ്ടല്ലേ. 1 മിനിറ്റ് ഐഡിയൽ ഇല്ലേ? 9:10-ന് നമ്മുടെ മൂന്നാമത്തെ പാസഞ്ചർ സർവീസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. പിന്നെ വരുന്നത് നാലാമത്തെ പാസഞ്ചർ 9:11-നാണ്. സോ 1 മിനിറ്റ് ഐഡിയൽ ആണ്. ശരിയല്ല ഞാൻ പറഞ്ഞത്? ഓക്കെ. ദെൻ അടുത്ത അഞ്ചാമത്തെ പാസഞ്ചർ വരുന്നത് 9:14-നാണ്. കൃത്യസമയത്ത് നാലാമത്തെ പാസഞ്ചർ ഇറങ്ങി പോകുന്ന അതേ സമയത്ത് തന്നെ ആര് വരും? അഞ്ചാമത്തെ പാസഞ്ചർ കയറി വരുക. 9:14-ന് തന്നെ സർവീസ് നടക്കും. 9:14 തൊട്ട് 2 മിനിറ്റ് 9:16-ന് ഇറങ്ങി പോവാം. വെയിറ്റിംഗ് ടൈമും ഇല്ല, ഐഡിയൽ ടൈമും ഇല്ല. കൃത്യമായിരുന്നു. ഒരാള് പോയ തൊട്ട് പറയുന്ന അടുത്ത ആള് വന്നു. ഇവിടെ സെയിം 9:16-നാണ് കസ്റ്റമർ വരുന്നത്. 9:16-ന് തന്നെ സർവീസ് ചെയ്യാൻ പറ്റും. കാരണം ഫിഫ്ത്ത് പാസഞ്ചർ ഇറങ്ങി പോകുന്നത് 9:16-നാണ്. വെയിറ്റിംഗും ഇല്ല, വെയിറ്റിംഗും ഇല്ല, ഐഡിയലും ഇല്ല. നെക്സ്റ്റ് വൺ. ഇവിടെ അത് തന്നെ, കൃത്യസമയം പാലിക്കുന്നു. ഇവിടെ 8th വരുമ്പോ 9:21-നാണ് പുതിയ കസ്റ്റമർ വരുന്നത്. 9:21-ന് വന്നാലും അയാൾക്ക് 9:22-നെ സർവീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം 7th പാസഞ്ചർ സർവീസ് കഴിഞ്ഞ് ഇറങ്ങി പോകുന്നത് 9:22-നാണ് കൗണ്ടറിൽ നിന്ന് പോകുന്നത്. സോ അതിനുശേഷം അയാൾക്ക് കയറാൻ പറ്റുള്ളൂ. 9:21-ന് വന്നിട്ട് കാര്യമൊന്നുമില്ല. 22-നെ കയറാൻ പറ്റത്തുള്ളൂ. 9:22-നെ കയറാൻ പറ്റത്തുള്ളൂ. സർവീസ് ടൈം എൻഡ് ടൈം 25. എത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും? 1 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. വെറുതല്ലേ? ഒറ്റ മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും പാസഞ്ചർ. അടുത്തതിലേക്ക് വരുമ്പോ 9ാമത്തെ എന്താ സംഭവം? അവിടെ 9:24-ന് വരുന്നുണ്ട്. പക്ഷെ കയറാൻ പറ്റത്തില്ല സർവീസിന്. 9:25-നെ കയറാൻ പറ്റത്തുള്ളൂ. കാരണം അപ്പോഴാണ് ഇറങ്ങി പോകുന്നത്. 8ാമത്തെ ആൾ ഇറങ്ങി പോകുന്ന അപ്പോഴേ കയറാൻ പറ്റുള്ളൂ. 9:25 9:29 ആയി. ഇവിടെ ഒരു വെയിറ്റിംഗ് ടൈം, വെയിറ്റ് ചെയ്യണം, പാസഞ്ചർ വെയിറ്റ് ചെയ്യണം. ലാസ്റ്റിലേക്ക് വരുമ്പോ 9:25-ന് പാസഞ്ചർ വരുന്നു. 10ാമത്തെ പാസഞ്ചർ 9:25-ന് വരുന്നു. പക്ഷെ അയാൾക്ക് 9:29-നെ കയറാൻ പറ്റത്തുള്ളല്ലോ. കാരണം എന്താ? 9ാമത്തെ പാസഞ്ചർ പരിപാടിയെല്ലാം കഴിഞ്ഞ് 9:29-നെ ഇറങ്ങിപ്പോത്തുള്ളൂ. സോ അതിനുശേഷമേ 10ാമത്തെ ആൾക്ക് കയറി പോകാൻ പറ്റത്തുള്ളൂ. നേരത്തെ വന്നെന്ന് അവിടെ നിന്ന് വിളിച്ചു പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഫലമൊന്നുമില്ല അല്ലേ? 9:31. സോ ഇവിടെ വെയിറ്റിംഗോ ഐഡിയലോ ഉണ്ടോ? കാണും. ഒരു 4 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും. 9:25-ന് വന്ന ആള്
9:29 സർവീസിന് കയറുന്നുള്ളൂ. സോ 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മനസ്സിലായോ? ടോട്ടൽ എടുത്തോ 4 1 5 1 6. വെയിറ്റിംഗ് ടൈം 6 മിനിറ്റ്. ഐഡിയൽ ടൈം 6 മിനിറ്റ്. രണ്ടും 6 മിനിറ്റ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വെയിറ്റിംഗ് ടൈം ഓഫ് പാസഞ്ചേഴ്സും വെയിറ്റിംഗ് ടൈം ഓഫ് പാസഞ്ചേഴ്സും 6 മിനിറ്റ് കണ്ടുപിടിച്ചു. അതുപോലെ ഐഡിയൽ ടൈം ഓഫ് ബുക്കിംഗ് ക്ലർക്ക് 6 മിനിറ്റ്. ഇത്രേ ഉള്ളൂ. ശ്രദ്ധിച്ച് ചെയ്താൽ മതി. ശ്രദ്ധിച്ച് നമ്മൾ പറഞ്ഞ ആ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ ഈ ഒരു വലിയ ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ. നമ്മൾ ആ പറഞ്ഞ ഓർഡർ ഉണ്ടല്ലോ, അത് കീപ്പ് ചെയ്ത് വേണം ഈ ഒരു ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ. ആ ഒരു ഓർഡർ ഓർത്തിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ കോളങ്ങളുടെ ഹെഡിങ് നിങ്ങൾക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റത്തില്ലേ? ഞാൻ പറഞ്ഞ ആ ഓർഡർ നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കോളം ഹെഡിങ് നിങ്ങൾക്ക് കാണാൻ പഠിക്കേണ്ടി വരത്തില്ല, ഓട്ടോമാറ്റിക്കലി വരും. കേട്ടോ? സീനുണ്ടോ? വിഷയമൊന്നുമില്ലല്ലോ. ഇനി നമ്മള് അടുത്ത ദിവസം സിമുലേഷനിലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യും. കഴിഞ്ഞ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ളതും അതുപോലെ നമ്മളെ പഠിപ്പിച്ച വെറൈറ്റി ആയിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ നാളെ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ ഇത്രയും പഠിച്ചിരിക്കുക. ഇതിൽ വേറെ സംശയങ്ങളൊന്നും ഇല്ലല്ലോ? സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യുക. മറുപടി തരുന്നതായിരിക്കും. കേട്ടോ? ഹോംവർക്ക് ഒന്നും അയക്കാൻ മറക്കരുത്. നിങ്ങൾ അയക്കുക. നിങ്ങൾക്ക് തന്നെ ആയിരിക്കും പ്രയോജനപ്പെടുക എന്ന് ഞാനിത് പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും വിശേഷങ്ങൾ പറയാനുണ്ടോ? വേറെ എന്തുണ്ട് കാര്യങ്ങളൊക്കെ? എവിടെ വരെ ആയി പഠിത്തമൊക്കെ? ഓൾമോസ്റ്റ് ആയോ? റിവൈസ് ചെയ്ത് തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 തവണയെങ്കിലും എക്സാമിന് മുമ്പായിട്ട് റിവൈസ് ചെയ്യണം. നല്ല കാര്യമുള്ളൂ. കേട്ടോ? വെറുതെ സമയം കളയരുത്. സമയമൊന്നും കളയാൻ ഇനിയില്ല. ഇത്രയൊക്കെ മതി കളഞ്ഞത്. ഇനി പഠിക്കാം. കേട്ടോ? പിന്നെ നാളെ കാണാം അല്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ സിമുലേഷൻ. നാളെ അടുത്ത വേറെ കുറെ നല്ല പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഓക്കെ, ബൈ.